നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സോറിടാ. നീ രക്ഷിച്ചതേ എനിക്ക് ആകെയുള്ളൊരു കൂട്ടുകാരനെയാ. ഈ കടം എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ല. സിമ്പിൾ അല്ലേ? 5250 രൂപ തന്നാ മതി. ആ, ആശുപത്രിയിൽ 4750 രൂപയാ ചെലവായത്. പിന്നെ ഇന്നത്തെ ജോലി പോയതുകൊണ്ട് എനിക്കൊരു 700 രൂപ നഷ്ടം വന്നു. എല്ലാം കൂടി 5250 രൂപ. പിന്നെ ബ്ലഡ് കൊടുത്തതിന് ഞാൻ കാശ് വാങ്ങിയിട്ടില്ല. രക്തദാനം മഹാദാനം എന്നാണല്ലോ. ഓൺലൈനായിട്ട് അയച്ചാ മതി. അയച്ചു. വന്നിട്ടുണ്ട്. ഇനി നീ പറ, എന്തിനാ ഈ മണ്ടത്തരം കാണിച്ചത്? പ്രണയ നൈരാശ്യം. ആ പെണ്ണ് നിന്നെ തേച്ചല്ലേ? നിന്റെ കയ്യിൽ നിന്ന് അവള് കാശ് വാങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. പറ, ആരാ അവള്? ഇപ്പൊ അവളെ കണ്ട് കണക്ക് തീർക്കാം. എങ്ങനെ കണക്ക് തീർക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത്? അവളെ ഞരമ്പ് മുറിച്ചിട്ടോ? അത്രയ്ക്കൊന്നും ചെയ്തില്ലെങ്കിലും നിനക്ക് മിനിമം അവളുടെ ചെകിടത്തോർണം പൊട്ടിച്ചൂടെ? നീ വെറുതെ ഒന്ന് കൂടെ വന്ന് നിന്നാ മതി. അവളുടെ കൂടെ എത്ര പേര് വന്നാലും ഞാൻ നോക്കിക്കോളാം. എടാ, നീ ഇങ്ങനെ കൂടെ നിൽക്കുന്നതന്നെ മതി. എനിക്ക് പ്രതികാരം ചെയ്യാനുള്ള മൂടൊന്നുമില്ല. ഞാൻ ഗിരിയേട്ടന് ഒരു അടിപൊളി ഫൈറ്റ് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. അവളുടെ ഒരു ആഗ്രഹം. എടാ, അവൾ എൻ്റെ ജീവിതത്തിൽ ഒരു അടഞ്ഞ അധ്യായം. ഇനി അവളെക്കുറിച്ച് ഓർക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. നീ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കരുത്. ആയിക്കോട്ടെ. ഗൗരിയമ്മയാ? എന്നെ കുറിച്ചൊന്നും പറയാൻ നിൽക്കരുത്. ആ, ഗൗരിയമ്മേ. അപ്പൊ മുകുന്ദനോ? അവൻ പോണ്ടിച്ചേരി വരെ പോയിരിക്കുക. ബാറിലേക്കുള്ളൊരു ലോഡിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. ഫോൺ സൈലന്റ് ആയിരിക്കും അമ്മേ. നാളെ രാവിലെ എത്തും. നീ കാരണം ഞാൻ വെറുതെ ഗൗരിയമ്മയോട് നുണ പറഞ്ഞു. മഞ്ജു എല്ലാം അറിഞ്ഞല്ലേ? സാരമില്ല, എല്ലാം ശരിയാവും. ഞങ്ങൾ എല്ലാരും കൂടെയുണ്ട്. ഡോക്ടർ കേസ് ആക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കേസോ? എന്തിന്? സെക്ഷൻ 309 IPC ആത്മഹത്യാ ശ്രമം. 1 വർഷം വരെ അകത്ത് കിടക്കാം. അതറിഞ്ഞിട്ടാണോ നീ ഇതിനിറങ്ങി തിരിച്ചത്? എടാ, ഇത് ചെയ്യുമ്പോൾ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. അപ്പൊ പിന്നെ ജയിലിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് ജീവിതം തകർന്നു നിൽക്കുന്ന ഒരുത്തന്റെ മീതെ കേസും കൂടെ കെട്ടിവെക്കണോ? ആ ഡോക്ടറെ ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഗിരിയേട്ടാ, അതൊന്നും വേണ്ട. ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. പോരാത്തതിന് കമ്മീഷണറെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു. അയാള് കേസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം തല്ലുണ്ടാക്കലല്ല. ഇങ്ങനെയും കാര്യങ്ങളൊക്കെ പരിഹരിക്കാം. മഞ്ജുനൊന്ന് വിശ്വസിച്ച് അവിടെ ഇരിക്കടാ. ഒരു പെണ്ണിനെ വിശ്വസിച്ചാ നീ ഇവിടെ കിടക്കുന്നത്? എടാ, അവൾ എന്നെ പറ്റിച്ചെന്ന് കരുതി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആവണമെന്നില്ലല്ലോ. നീ അനുഭവിച്ചിട്ടും പഠിച്ചില്ലല്ലേ? എടാ, പെണ്ണുങ്ങൾ ജീവിതത്തിൽ വന്ന പ്രശ്നമാണ്. അല്ല, അപ്പൊ നിന്റെ അമ്മയും പെങ്ങളോ? അവരെ കുറിച്ച് പറയണ്ട. എന്താ,
അവർ പെണ്ണുങ്ങളല്ലേ? അത് അമ്മയും പെങ്ങളും. അവര് കുട്ടിക്കാലം മുതലേ നമ്മുടെ കൂടെ ഉള്ളവരാ, നമ്മുടെ ചോര. എവിടെ നിന്നോ കയറി വന്ന് ബന്ധം സ്ഥാപിക്കുന്നവരല്ല. എടാ, എല്ലാ സ്ത്രീകളും ആരുടെങ്കിലൊക്കെ അമ്മയും പെങ്ങളും ആയിരിക്കും. നീ കുറച്ചു നേരത്തെ എന്നെ ചതിച്ച പെണ്ണിന് പ്രാഗിയില്ലേ? അവക്കും ഒരു കുടുംബമുണ്ട്. സ്വപ്ന ആരെങ്കിലും പറഞ്ഞാൽ നിനക്ക് സഹിക്കോ? സ്വപ്ന ഒരിക്കലും ആരെയും ചതിക്കില്ല. കാപ്പി കാപ്പി. ആഹാ, ചേച്ചി എത്തിയോ? അയ്യോ, കാപ്പി ഞാൻ രണ്ടുപേർക്കേ വാങ്ങിച്ചിട്ടുള്ളൂ. അതൊന്നും സാരമില്ല. നീ ഇന്ന് ജോലിക്ക് പോയില്ലേ മോളെ? ഈ മനുഷ്യനെ രക്ഷിക്കേണ്ടി വന്നില്ലേ? ഹലോ, നാണല്ലേ ഒറ്റയ്ക്ക് വിഴുങ്ങാൻ? ഭാര്യയ്ക്കൂടി കൊടുക്ക്. നീ തന്നെ കൊടുത്തു. എന്തിന്? ചേച്ചി കെട്ടിച്ചു വിട്ടപ്പോ ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി ഗിരിയേട്ടനെ ഏറ്റെടുത്തോണം. നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം. ഇങ്ങനെയൊക്കെയല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്? അതിന് നമ്മൾ ഹിന്ദുക്കളല്ലേ? ദേ വക്കീലെ, ചുമ്മാ വർഗീയത പറയരുത്. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞ. നീ ആ കാപ്പിയും കൊടുത്തേ. ഇവളെന്നെ വെറുതെ വർഗീയവാദിയാക്കും. വേണ്ട, ഗിരിയേട്ടൻ കുടിച്ചോളൂ. എനിക്ക് ആരുടെ ഔദാര്യം ഒന്നും വേണ്ട. ആ കുട്ടിയെ പേടിപ്പിക്കലടാ. അതെ, രണ്ടുപേർക്കും പ്രശ്നം വേണ്ട. ഗിരിയേട്ടൻ പകുതി കുടിച്ചിട്ട് ബാക്കി ചേച്ചിക്ക് കൊടുത്താ മതി. അല്ലേ വക്കീലെ? അത് ന്യായം. പഴംപൊരി ഒന്നേ ഉള്ളൂ. ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഭാര്യ കുടിക്കുന്നു. നാണം, മുറി, കട്ടില്, ഫ്രൂട്ട്സ്. കറക്റ്റ് ഒരു ആദ്യ രാത്രി വൈബ് തന്നെയാ. നമുക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങി കൊടുക്കാം. ഓ, ഇന്ന് ഞാൻ ചേച്ചി, തുറക്കടി.